ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാധികയുടെ നിർബന്ധപ്രകാരം ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുന്നു വരുണും മുത്തശ്ശിയും. അങ്ങനെ വരുൺ മുത്തശ്ശിക്കും രാധികയ്ക്കും ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുകയും അതിനുശേഷം വരുണും ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ അവർ മൂന്നു പേരും മാറി മാറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. ഇത് കണ്ടതിന് ശേഷം രാധിക വിഷമത്തോടെ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി, അമ്മ ഇതുവരെയായിട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല. അമ്മയ്ക്ക് അതുകൊണ്ട് ഉറങ്ങാൻ കഴിയാത്തതിനാൽ അമ്മ ഹാളിൽ വന്നിരിപ്പുണ്ടായെന്ന് വിഷമത്തോടെ രാധിക അറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പോട്ടെ, ഞാൻ പോയൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രാധിക വേഗം അകത്തേക്ക് പോയി. അപ്പോഴേക്കും രാധിക പോയി കഴിഞ്ഞതും മുത്തശ്ശിക്ക് ആകെ വിഷമമായി. മുത്തശ്ശി വരുണിനോട് പറഞ്ഞു, എന്ത് ചെയ്യവിടാ എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു, മുത്തശ്ശി അതോർത്ത് വിഷമിക്കണ്ട, അമ്മയെ ഞാൻ ഭക്ഷണം കഴിപ്പിച്ചോളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുൺ മുത്തശ്ശിയെ സമാധാനപ്പെടുത്തി ഭക്ഷണം കൊടുക്കുന്നു. അതിനുശേഷം രാധിക ഹാളിൽ തനിച്ചിരിക്കുന്ന പത്മിനിയെ അപ്പുറത്ത് നിന്ന് നോക്കി. പത്മിനി ആകെ വിഷമത്തോടെ ഹാളിൽ അങ്ങനെ ഇരിക്കുമ്പോൾ വരുൺ ഭക്ഷണവുമായി പത്മിനിക്ക് മുന്നിലേക്ക് എത്തി. അമ്മ ദാ ഈ ഭക്ഷണം കഴിച്ചേ, ഞാൻ കഴിച്ചു, ഇനി അമ്മ ഇങ്ങനെ പട്ടിണി ഇരിക്കണ്ട എന്ന് പറയുമ്പോൾ പത്മിനി പറഞ്ഞു, വേണ്ട, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, നിനക്കങ്ങനെ തീരുമാനം എടുത്തിരിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്താ എനിക്കിരുന്നാൽ എന്ന് ചോദിച്ചതും ഉടനെ പത്മിനിയോട് വരുൺ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചു, ദാ അമ്മയ്ക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ ഞാൻ കഴിച്ചു കാണിക്കാം എന്ന് പറഞ്ഞ് വരുൺ വേഗം പത്മിനിക്ക് കൊണ്ടുവന്ന ആ ചോറ് വരുൺ കഴിച്ചു കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇപ്പൊ അമ്മയ്ക്ക് വിശ്വാസമായല്ലോ എന്ന് ചോദിച്ചതും പത്മിനി ചിരിച്ചു. ഇപ്പൊ വിശ്വാസമായി എന്ന് പറഞ്ഞതും പത്മിനിക്ക് വരുൺ തന്നെ വാരി കൊടുക്കുന്നു. അങ്ങനെ പത്മിനി വരുണിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ അമ്മയും മോനും ഇരുന്ന് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇതുപോലെയുള്ള ഇതുപോലെയുള്ള വൃത്തങ്ങളോ ശബ്ദങ്ങളോ ഒന്നും ഇനി എടുത്തേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് വരുൺ സമ്മതിച്ചു. അങ്ങനെ പത്മിനി പറഞ്ഞത് കേട്ട് വരുൺ അനുസരണയുള്ള കുട്ടിയെ പോലെ പത്മിനിയുടെ മുന്നിലിരുന്ന് പത്മിനിക്ക് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരുന്നു. അമ്മയുടെയും മകന്റെയും പരസ്പര സ്നേഹം കണ്ട് മുത്തശ്ശിയും രാധികയും അപ്പുറത്തും ഇപ്പുറത്തുമായി നിന്ന് രണ്ടുപേരും പത്മിനിയുടെയും വരുണിന്റെയും കണ്ണിൽ പെടാത്തതുപോലെ അവിടെ കതകിന് പിന്നിൽ മറിഞ്ഞിരുന്ന് രണ്ടുപേരും ആ കാഴ്ച കണ്ടു. മുത്തശ്ശിയും പത്മിനിക്ക് വരുൺ ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നത് കണ്ട് സന്തോഷത്തോടെ മുത്തശ്ശി പുഞ്ചിരിച്ച് നേരെ നോക്കുമ്പോൾ അപ്പുറത്തെ റൂമിന്റെ കതകിന് പിന്നിൽ നിന്ന് ഈ കാഴ്ച ആസ്വദിച്ച് കാണുന്ന രാധിക മോളെ കണ്ടു. രാധികമ്മയോട് സമാധാനത്തോടെ ഇരുന്നോളാൻ, ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ണടച്ച് മുത്തശ്ശി രാധികയോട് പറയുകയും രാധിക അത് കേട്ട് പുഞ്ചിരിയോടെ പോകുന്നു. അതിനുശേഷം രാധിക കുളിയെല്ലാം കഴിഞ്ഞ് പൂജാമുറിയിൽ വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, എന്തായാലും എനിക്ക് സമാധാനമായി, ഇന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചല്ലോ, ഒരാൾ പോലും പട്ടിണിയായി കിടന്നില്ലല്ലോ, അതുകൊണ്ട് സമാധാനമുണ്ട്, ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറയുന്നതിനിടയിൽ മുത്തശ്ശിയും വരുണും ഭക്ഷണം കഴിച്ചതിന്റെ സന്തോഷം അറിയിക്കുമ്പോൾ പെട്ടെന്ന് രാധികയ്ക്ക് തുമ്മലുണ്ടാകുന്നു. രാധിക വീണ്ടും വീണ്ടും തുമ്മുന്നത് കണ്ട് അവിടേക്ക് വരുണെത്തി. വരുൺ വേഗം രാധികയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അതെ, തന്നെ വല്ലാതെ തുമ്മുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു, അതെ, തുമ്മുന്നുണ്ട് എന്ന് പറഞ്ഞതും വരുൺ ചോദിച്ചു, അല്ല, താൻ ഈ സമയത്ത് പോയി കുളിച്ചല്ലേ? അതെ, ഞാൻ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞാൽ കുളിക്കാറാണ് പതിവ് എന്ന് രാധിക പറഞ്ഞതും വരുൺ പറഞ്ഞു, എടോ, തന്നോട് ആരാ ഈ സമയത്ത് പോയി കുളിക്കാൻ പറഞ്ഞത്? അതുകൊണ്ടാണ് തനിക്കിപ്പോ ഈ ജലദോഷം വന്നത്, തനിക്ക് പനി പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു, എനിക്ക് പനി പിടിച്ചാൽ എന്താ? അത് കേട്ടതും വരുൺ ചോദിച്ചു, അതെ, ഞാൻ പറഞ്ഞ കാര്യം താൻ പറഞ്ഞില്ല, താൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലേ ഞാൻ ആ വ്രതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് താൻ അത് തയ്യാറായില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തന്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് എന്നോടുള്ള സ്നേഹം തന്റെ മനസ്സിലുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ എന്നെ നിർബന്ധപൂർവ്വം ഭക്ഷണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞത്. രാധിക പറഞ്ഞു, അത് സ്നേഹ കൂടുതലോ പ്രത്യേക പരിഗണനയോ ഒന്നുമല്ല. ഈ ഒരു വീട്ടിലും രാത്രി അത്താഴം കഴിക്കാതെ അത്താഴപ്പട്ടിണിയോടെ ആരും കിടക്കാൻ പാടില്ല എന്ന് എന്നെ അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇതിപ്പോ വരുൺ അല്ലെങ്കിൽ മറ്റാര് ഭക്ഷണം കഴിക്കാതെ കിടന്നാലും അവരെ ഭക്ഷണം കഴിപ്പിക്കാൻ ഞാൻ മുൻകൈ എടുക്കും, അവരെ ഏത് വിധേനയും ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കും. അതാണ് ഞാൻ ശീലിച്ചിട്ടുള്ളതെന്ന് രാധിക വരുണോട് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു, അതെ, അതുകൊണ്ട് മാത്രം വരുണിനോട് ഭക്ഷണം കഴിക്കാൻ ഞാൻ നിർബന്ധിച്ചത്, അല്ലാതെ പ്രത്യേക പരിഗണനയൊന്നും വരുണിനോട് ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോൾ വരുൺ പറഞ്ഞു, അതെ, ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്ന ഇങ്ങനെ നിരാഹാരം ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളുള്ളത്. എന്നാലേ ഇങ്ങനെയൊന്നും അല്ലാതെ നിങ്ങളെ എല്ലാവരും തോൽപ്പിക്കാനുള്ള വഴി എനിക്കറിയാം എന്ന് വരുൺ പറയുമ്പോൾ ഇത് കേട്ട ഉടനെ രാധിക പറഞ്ഞു, എന്നാലേ ആ വഴി എനിക്കും അറിയാം. അതെ, എൻ്റെ ജീവനൊന്നും വലിയ വിലയൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ നിങ്ങളുടെ, പ്രത്യേകിച്ച് കണിമംഗലത്തുള്ള നിങ്ങളുടെയൊക്കെ ജീവൻ എന്ന് പറഞ്ഞാൽ അതും നല്ല വിലയുള്ള ജീവനുകളാണ്. അതുകൊണ്ട്
യാതൊരു വിലയുമില്ലാത്ത എൻ്റെ ജീവിതം അങ്ങ് ഇല്ലാതാകുമ്പോഴാണ് എന്തുകൊണ്ടും നല്ലത്. അല്ലാതെ വെറുതെ നിങ്ങളൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്നത് ശരിയല്ല. അതാണല്ലോ വരുൺ ഇപ്പൊ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരു ഭീഷണിയാണല്ലോ വരുൺ പറഞ്ഞ് ഇപ്പോ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, എടോ ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. തൻ്റെ ദേഷ്യത്തിലായിട്ടും അടങ്ങിയിട്ടില്ലല്ലേ എന്ന് പറഞ്ഞതും രാധിക കലിതുള്ളി, ദേ എൻ്റെ പിന്നാലെ വരരുത്, ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടാൽ മതി ഇനി അടുത്ത ഭൂകമ്പം ഉണ്ടാകാൻ എന്ന് പറഞ്ഞ് രാധിക ദേഷ്യത്തോടെ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അതിനുശേഷം വരുൺ ആകെ വിഷമത്തോടെ രാധികയെ കൊണ്ട് ഇന്ന് ഞാൻ ആ സത്യം പറയിപ്പിക്കും. എന്നോടുള്ള രാധികയുടെ മനസ്സിലെ ആ സ്നേഹം അത് ഞാൻ ഇന്ന് പറയിച്ചിരിക്കും എന്ന് വരുൺ ആലോചിച്ചുകൊണ്ട് വേഗം രാധികയുടെ റൂമിനരികിലേക്ക് പോകാനായി വന്നതും അവിടെ മറിഞ്ഞിരിക്കുന്ന രാധികയുടെ റൂമിന് മുന്നിലേക്ക് എത്തി. അപ്പോഴാണ് കൽപ്പന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. വരുൺ പതിയെ രാധികയുടെ റൂമിനരികിലേക്ക് നടന്നു പോകുന്ന കാഴ്ച കൽപ്പന കണ്ടു. ഉടനെ തന്നെ അത് വേഗം വരുൺ അവിടേക്ക് പോകുന്നുണ്ടോ എന്നറിയാനായി കൽപ്പന പതിയെ പിന്നിൽ നിന്ന് ഒളിഞ്ഞു നോക്കി. വരുൺ അത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം പതിയെ രാധികയുടെ റൂമിലേക്ക് കയറി പോകുന്നു. വരുൺ അകത്തേക്ക് കയറി വാതിലടയ്ക്കുന്നത് കണ്ടതോടെ കൽപ്പനയ്ക്ക് ആശ്വാസമായി. അതെ, ഇത് തന്നെ പറ്റിയതക്കം വരുൺ രാധികയുടെ റൂമിലുണ്ട് എന്നുള്ള കാര്യം അത് പ്രിയങ്കയെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അതാ വേണ്ടത്. ഇതോടെ അവൾക്ക് രാധികയുടെ മേലുള്ള ആ വിശ്വാസം ഇല്ലാതായിക്കോളും എന്ന് പറഞ്ഞ് വേഗം തന്നെ പ്രിയങ്ക കിടന്നുറങ്ങുന്ന സ്ഥലത്തേക്ക് കൽപ്പന ഓടിയെത്തി. പ്രിയങ്ക നല്ല മയക്കത്തിലായതുകൊണ്ട് കൽപ്പന പ്രിയങ്കയെ വിളിച്ചുണർത്തി. പ്രിയങ്കെ ഇങ്ങ് എഴുന്നേറ്റേ, വരുൺ ഈ സമയത്ത് എവിടെയാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചതും എന്താ ഏട്ടത്തി, ഞാനൊന്ന് കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞതും അതെ, വരുൺ രാധികയുടെ റൂമിലുണ്ട്, നീ ഇങ്ങ് വന്നേ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും വിശ്വസിക്കാനാകാതെ അങ്ങനെ ഉറക്കച്ചടവ് പോകാതെ പ്രിയങ്ക എണീറ്റിരിക്കുമ്പോൾ വീണ്ടും കൽപ്പന പറഞ്ഞു, അതെ എൻ്റെ കൂടെ വന്നാ ഇപ്പൊ ഞാൻ നിനക്ക് കാണിച്ചു തരാം ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന്. നിനക്ക് ഇപ്പൊ മനസ്സിലാകും ഞാൻ പറഞ്ഞ സത്യമാണോ അല്ലയോ എന്ന്. വേഗം വാ എന്നാ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വീണ്ടും രാധികയുടെ റൂമിനരികിലേക്ക് പോകാനായി പ്രിയങ്കയെ കൽപ്പന വിളിച്ചു. ഈ ഏട്ടത്തി ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പ്രിയങ്ക രാധികയും വരുണും തമ്മിലുള്ള ബന്ധം കണ്ടെത്താനായി രാധികയുടെ റൂമിനരികിലേക്ക് പോകാമെന്ന് പ്രിയങ്ക സമ്മതിക്കുന്നു. അങ്ങനെ രാധികയും വരുണും ഒന്നിച്ചിരിക്കുന്ന കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കൽപ്പന പ്രിയങ്കയും കൊണ്ട് പോകുമ്പോൾ പ്രിയങ്കയോട് കൽപ്പന ചോദിച്ചു, അല്ല നിന്റെ ചേച്ചി വരുണിന്റെ റൂമിലുണ്ടെങ്കിൽ ഇത്രയും നാളും നിന്റെ മുന്നിൽ അവൾ കാണിച്ച ഈ നാടകത്തിനും അഭിനയത്തിനും നീ എന്താ അവൾക്ക് മറുപടി കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചതും പ്രിയങ്ക പറഞ്ഞു, അത് ഞാൻ കാണട്ടെ ഏട്ടത്തി എന്ന് പറഞ്ഞ് പ്രിയങ്കയും കൽപ്പനയും കൂടി രാധികയുടെ റൂമിന് മുന്നിലേക്ക് എത്തി. വാതിലടച്ചിരിക്കുന്നത് കൊണ്ട് ശബ്ദമുണ്ടാക്കാതെ പതിയെ തുറക്കാനായി കൽപ്പന പറഞ്ഞു. പതുക്കെ വാതിൽ തുറന്ന് കൽപ്പനയും പ്രിയങ്കയും അകത്തേക്ക് നോക്കിയതും രണ്ടുപേരും പ്രതീക്ഷിച്ചു വന്ന കാഴ്ച കാണാൻ കഴിയാത്തതിന്റെ അതിശയത്തിൽ രണ്ടുപേരും ഞെട്ടലോടെ നോക്കി. അപ്പോഴാണ് അവിടെ രാധിക സുഖമില്ലാതെ കിടക്കുകയും രാധികയുടെ അരികിൽ തന്നെ രാധികയെ തലോടിക്കൊണ്ട് മുത്തശ്ശിയിരിക്കുന്നു. അതിനപ്പുറത്ത് മാറി വരുൺ നിൽക്കുന്നു. ഈ കാഴ്ച കണ്ടതും കൽപ്പനയും പ്രിയങ്കയും ആകെ അതിശയത്തോടെ നോക്കി. ഇതെങ്ങനെ എന്ന രീതിയിൽ രണ്ടുപേരും അതിശയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ വരുണും മുത്തശ്ശിയും കൂടി നിൽക്കുന്നത് കണ്ട് പ്രിയങ്ക ചോദിച്ചു, അല്ല എന്താ മുത്തശ്ശി ഇവിടെ എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു, രാധികയ്ക്ക് നല്ല പനിയാ, പൊള്ളുന്ന പോലത്തെ ചൂടാണ്, മരുന്ന് കൊടുത്തിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ഉടനെ കൽപ്പന മുന്നിലേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല മുത്തശ്ശി എപ്പോ ഇവിടെ വന്നു എന്ന് ചോദിച്ചതും ഉടനെ ജയഭാരതി ചോദിച്ചു, അല്ല എന്താ ഞാനിവിടെ ഇരുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? മരുന്നിപ്പോ കൊടുത്തതേ ഉള്ളൂ, ബോധം തെളിയുന്നത് വരെ കൂട്ടിരിക്കണം. എന്താ കൽപ്പന നീ ഇവിടെ ഇരിക്കുവോ എന്ന് ചോദിച്ചതും കൽപ്പന ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ പ്രിയങ്കയോട് പറഞ്ഞു, മോള് വന്നത് നന്നായി, എന്നാ രാധിക മോൾക്ക് വന്ന് കൂട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു, വേണ്ട മുത്തശ്ശി, ഞാൻ ഇരുന്നാലും ഉറങ്ങിപ്പോവും, മുത്തശ്ശി എന്നാ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് പോന്നു. പിന്നെ നിൽക്കുന്ന കൽപ്പനയെ നോക്കിയിട്ട് വരുൺ ചോദിച്ചു, അല്ല ഏട്ടത്തി നിൽക്കുവോ രാവിലെ വരെ? എന്താ ഏട്ടത്തി ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞങ്ങൾക്കങ്ങ് പോകാമായിരുന്നു എന്ന് പറഞ്ഞതും കൽപ്പന ദേഷ്യത്തോടെ നോക്കി. ഞാനൊന്നും നിൽക്കില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് കൽപ്പന അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോഴേക്കും വരുണും മുത്തശ്ശിയും പരസ്പരം നോക്കി. അതിനുശേഷം പുറത്തേക്ക് കൽപ്പന ഇറങ്ങി വരുമ്പോൾ അപ്പുറത്ത് മാറി തന്റെ റൂമിന് മുന്നിൽ പ്രിയങ്ക നിൽക്കുന്നത് കണ്ടു. എന്ത് പറയുന്നറിയാതെ ആകെ ചമ്മലോടെ പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുകയാണ് കൽപ്പന. എന്നിട്ട് പറഞ്ഞു, അത് പിന്നെ പ്രിയങ്ക, ഇന്ന് ശരിക്കും നമുക്കൊരു അബദ്ധം പറ്റിയതാണ്. നേരത്തെ അവർ തമ്മിൽ ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോകൾ എടുത്താൽ മതിയായിരുന്നു. എന്തായാലും ഇന്നൊരു അബദ്ധം പറ്റിപ്പോയി, ഇനിയിപ്പോ അവർക്ക് പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞതും ഉടനെ ഇതെല്ലാം കേട്ടതും എന്തായാലും അവർക്ക് പിന്നാലെ ഇനി നമുക്ക് പോകാൻ കഴിയില്ല. ഇപ്പോ ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി
രാധികയുടെയും രാധികയുടെ ഈ രോഗം ഭേദമാകുന്നതിനെ കുറിച്ച് ഇനി നമുക്ക് ആലോചിക്കാം. എത്രയും വേഗം രാധികയുടെ രോഗം ഭേദമാകട്ടെ എന്നെല്ലാം പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശി രാധികയുടെ നെറ്റിയിൽ വീണ്ടും വീണ്ടും മാറ്റി മാറ്റി തുണി നനച്ചിട്ടുകൊണ്ടിരുന്നു. രാത്രി ഉറക്കത്തിനിടയിൽ എന്തൊക്കെയോ പിച്ചും പേയും ഒക്കെ രാധിക പറയുകയും ചെയ്യുന്നു. അതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു, അതെ, നല്ല പനി ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ പിച്ചും പേയും പറയുന്നത് എന്ന് പറഞ്ഞ് വേഗം വരുണിനോട് രാധികയുടെ അവസ്ഥയെക്കുറിച്ച് അറിയിച്ചു. വരുൺ അവിടെ നിൽക്കുന്നത് കണ്ട് മുത്തശ്ശി പറഞ്ഞു, എടാ വരുണെ, നീ ഇങ്ങനെ നിൽക്കാതെ രാധികമ്മളുടെ കാലൊന്ന് തിരുമ്മി കൊടുക്കടാ, കാലിന് ചൂട് വരട്ടെ എന്ന് പറഞ്ഞു. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ് വരുൺ വേഗം രാധികയുടെ കാല് എടുത്ത് കാലില് എല്ലാ ഭാഗത്തും രാധികയുടെ ഈ അവസ്ഥയിൽ കണ്ട് ഇനിയിപ്പോ രാധികയ്ക്ക് പരിചരണവുമായിട്ട് മുത്തശ്ശിയും വരുണും അരികിലിരിക്കുകയാണെന്ന് അറിഞ്ഞതോടെ വരുൺ രാധികയുടെ കാലിനെ തളർച്ച മാറ്റാനും തണുപ്പ് മാറ്റാനുമായിട്ട് കാല് മസാജ് ചെയ്തുകൊണ്ടിരുന്നു. രാധിക അപ്പോഴും ഉറക്കമുണരാതെ അങ്ങനെ കിടക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, നല്ല പനിയുണ്ട്, നല്ല ചൂടാണ് എന്നറിയിച്ചു. ഉടനെ വരുൺ ചോദിച്ചു, മുത്തശ്ശി ഇനിയിപ്പോ ഇയാളെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ മുത്തശ്ശി, ഇനിയും വെച്ചോണ്ടിരിക്കണോ എന്ന് വരുൺ ചോദിച്ചതും മുത്തശ്ശി പറഞ്ഞു, സാരമില്ലടാ, മരുന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, എന്തായ ഒന്ന് നോക്കാം, മാറുമെന്നൊന്ന് നോക്കാം, അതിനുശേഷം കൊണ്ടുപോയാൽ മതി, മാറ്റമില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം എന്ന് മുത്തശ്ശി വരുണിനോട് അറിയിച്ചു. അങ്ങനെ വരുൺ മുത്തശ്ശി പറഞ്ഞത് കേട്ട് അങ്ങനെ ഇരിക്കുകയും അപ്പോഴാണ് രാധികയുടെ കാല് തിരുമ്മിക്കൊണ്ട് തന്നെ വരുണിരുന്നു. ഈ സമയം പെട്ടെന്ന് എന്തോ ദുസ്വപ്നം കണ്ടതുപോലെ ശ്യാമ ചാടി എഴുന്നേറ്റു. ഉടനെ അമൃതയെടുത്തി ശ്യാമയുടെ അരികിൽ എന്ന് ചോദിച്ചു, എന്താ ശ്യാമേ, എന്താ ശ്യാമയ്ക്ക് പറ്റിയത്, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട് ഏടത്തിയും, എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ആശങ്ക, എനിക്ക് രാധിക മോളയുടെ ശബ്ദം ഒന്ന് കേൾക്കണം, മോളെ ഒന്ന് വിളിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അമൃതയെടുത്തി പറഞ്ഞു, അതെന്തിനാ ഈ അസമയത്ത് മോളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്, മോള് നല്ല ഉറക്കമായിരിക്കുമല്ലോ, എന്തിനാ ശ്യാമേ വെറുതെ മോളെ കുറിച്ച് ഓർത്തിങ്ങനെ ആദ്യ പിടിക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ ശ്യാമ പറഞ്ഞു, ഏട്ടത്തി, എൻ്റെ മോളുടെ ആദ്യ പിടിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്, അതുപോലുള്ള സാഹചര്യമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശ്യാമയോട് അമൃതയെടുത്തി പറഞ്ഞു, അതെ, ഇപ്പോ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോള് സുരക്ഷിതമായിട്ടാണ് ഇരിക്കുന്നത്, പിന്നെ ഇതുപോലെ ഇതിനേക്കാളേറെ സ്നേഹമുള്ള അമ്മമാർ എത്രയോ പേർ അവരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനും പഠിക്കാനും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇതുപോലെ ആശങ്കപ്പെടണ്ടേ എന്ന് ചോദിച്ചു. അത് കേട്ടതും ഉടനെ ശ്യാമ പറഞ്ഞു, എടുത്തി പറഞ്ഞ ശരി തന്നെയാണ്, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള കുട്ടികൾക്ക് ഇതുപോലെ ആപത്തുകളൊന്നും ഇല്ലല്ലോ, എൻ്റെ മോൾക്ക് അങ്ങനെയല്ലല്ലോ, അവൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവളെ ആപത്ത് നേരിട്ടുകൊണ്ടേ ഇരിക്കുകയല്ലേ, അതാണ് എൻ്റെ സങ്കടം. പിന്നെ എടുത്തി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഏതെങ്കിലും വിദേശത്തേക്ക് എൻ്റെ മോളെയും കൊണ്ട് അങ്ങ് പോയാലോ, അപ്പോൾ പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ, ആരുടെ ശല്യവും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അമൃതയെടുത്തി പറഞ്ഞു, അതെ, അതൊക്കെ വെറുതെ തോന്നുന്നതാണ് ശ്യാമേ, അങ്ങനെ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല, അതും ഓർമ്മിക്കണം. പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് അത്ര വേഗത്തിലൊന്നും നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം രാധിക മോള് അത് ശ്യാമയെ അമ്മയായിട്ട് അംഗീകരിക്കണം. പിന്നെ അവർ വേണ്ടപ്പെട്ടവരെല്ലാവരും ഉറ്റവർ രാധികയെ പോകാൻ അനുവദിക്കണം. ഇതൊക്കെ നടന്നാൽ മാത്രമേ കാര്യങ്ങൾ സംഭവിക്കൂ. അല്ലാതെ പറയുന്നത് പോലെ അത്ര വേഗത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും തന്നെ എന്ന് ശ്യാമയോട് അമൃതയെടുത്തി അറിയിച്ചു. ഇതെല്ലാം കേട്ടതും ശ്യാമ ആകെ നിരാശയോടെ നോക്കുമ്പോൾ അമൃത പറഞ്ഞു, തൽക്കാലം സമാധാനത്തോടെ ഇരിക്കു ശ്യാമേ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, എടുത്തി, എൻ്റെ മനസ്സിൽ ആദിയാണ്, എൻ്റെ മോൾക്കുള്ള ശത്രുക്കൾ എത്രയാണെന്ന് എടുത്തിക്ക് അറിയില്ലേ, എങ്ങനെയുള്ളവരാണെന്നും അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അമൃത പറഞ്ഞു, ഐശ്വര്യയെ ഇതുപോലെ വളം വെക്കരുതായിരുന്നു, ഐശ്വര്യക്ക് ഇതുപോലെ അങ്ങ് വളർന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കരുതായിരുന്നു. ഐശ്വര്യ നമ്മുടെ നേരെ ചാടിയുമ്പോൾ അതിനായി തയ്യാറെടുക്കുമ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ അവളെ താക്കീത് ചെയ്ത് നിലയ്ക്ക് നിർത്തുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ അവൾക്ക് അതെല്ലാം തഞ്ചമായി. നമ്മളിപ്പോൾ അവളോട് എത്ര ദേഷ്യപ്പെട്ടാലും അവൾക്കതൊന്നും സംഭവിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടതിന് ശേഷം ആകെ വിഷമത്തോടെ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് രാധികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ മുത്തശ്ശിക്ക് അരികിലേക്ക് വരുൺ എത്തിയത്. വരുൺ മുത്തശ്ശിയുടെ രാധികയുടെ ശരീരത്തെ ചൂട് മാറി തുടങ്ങിയോ എന്ന് നോക്കാനായി വരുൺ അറിയിച്ചു. അപ്പോഴേക്കും മുത്തശ്ശി രാധിക അങ്ങനെ തൊട്ടു നോക്കിയതും പെട്ടെന്ന് രാധിക ബോധമുണർന്നു നോക്കി. വരുൺ അപ്പോഴും രാധികയുടെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുന്നത് രാധിക കണ്ടു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ രാധികയെ വരുണിനെയും മുത്തശ്ശിയും കണ്ടതോടെ, അല്ല, നിങ്ങളെന്താ ഇവിടെ, ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു.
ഉടനെ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു. വരുണാണ് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് വന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇത്രയും നേരം കാത്തിരിക്കുകയായിരുന്നു ഉറക്കമുണരാനായിട്ട്. ഇനി സുഖമായി കിടന്നുറങ്ങാം എന്ന് മുത്തശ്ശി അറിയിച്ചു. അപ്പോഴേക്കും രാധിക ആകെ വിഷമത്തിലായി. മുത്തശ്ശി, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ മുത്തശ്ശിയെ രാധിക നോക്കുകയാണ്. ഉടനെ വരുൺ അവിടെ ഇരിക്കുന്നത് കണ്ടതും രാധിക പറഞ്ഞു, അതെ, നിങ്ങൾ പൊയ്ക്കോ, ഇവിടെ ഇരിക്കുന്നത് കണ്ടാലേ ഇനി അത് മതി അടുത്ത ഭൂകമ്പത്തിന് എന്ന് പറഞ്ഞു. രാധിക പറഞ്ഞത് കേട്ടതും അല്പനേരം കഴിഞ്ഞതും മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ, മോള് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇപ്പോൾ കൽപ്പനയും പ്രിയങ്കയും വന്ന് കണ്ടതുപോലെ ആയിരിക്കില്ല പത്മിനിയോ പരമേശ്വരനോ വന്ന് കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് മോനായിട്ട് വെറുതെ എന്തിനോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ മോളുടെ അടുത്ത് ഞാനുണ്ടല്ലോ, ഞാൻ ഇരുന്നോളാം അവിടെ, നീ പൊയ്ക്കോ എന്ന് മുത്തശ്ശി വരുണോട് പറഞ്ഞു. വരുൺ അത് കേട്ടതും ഒന്ന് രാധികയെ നോക്കി, എന്നിട്ട് പറഞ്ഞു, എനിക്ക് പോകാൻ മനസ്സുണ്ടായിട്ടല്ല, തൻ്റെ ഒപ്പം ഇരുന്ന് തന്നെ ശുശ്രൂഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ താൻ കരയരുത്, തൻ്റെ കണ്ണുനീര് വീഴരുത്, അത് മാത്രം കൊണ്ട് ഞാൻ തൽക്കാലം പോകുന്നത്. തൻ്റെ മനസ്സ് വേദനിക്കരുതെന്നും താൻ കരയരുത് എന്ന ആഗ്രഹം കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു എന്ന് വരുൺ രാധികയെ നോക്കി അറിയിച്ചു. എന്നിട്ട് റെസ്റ്റ് എടുത്തോണം എന്ന് പറഞ്ഞ് രാധികയുടെ അടുത്ത് നിന്ന് മുഖത്തൊന്ന് തട്ടിയിട്ട് വരുൺ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. വരുൺ പോയി കഴിയുമ്പോഴേക്കും രാധിക ആകെ വിഷമത്തോടെ മുത്തശ്ശിയെ നോക്കിയിട്ട് ചോദിച്ചു, മുത്തശ്ശി, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വരുണിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് മുത്തശ്ശി പറഞ്ഞു, മോളെ, നീ ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ അത് മോള് ചെയ്യുന്നതിലും തെറ്റുകളുണ്ട്. കാരണം നമ്മൾ പലർക്കും വേണ്ടി പല ത്യാഗങ്ങളും ചെയ്യുന്നുണ്ട്, പലർക്കും വേണ്ടി പല വിട്ടുവീഴ്ചകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി വിട്ടുവീഴ്ചകളും പല ത്യാഗങ്ങളും ചെയ്യുമ്പോൾ ഒന്നും മോള് മറക്കരുത്, നമ്മൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ. അത് മോള് മറന്നു പോകരുത്. അതാണ് മോൾക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ മുത്തശ്ശിയെ നോക്കി രാധിക പറഞ്ഞു, മുത്തശ്ശി, മുത്തശ്ശി വേണമെങ്കിൽ പോയി കിടന്നോ, ഇത്രയും നേരം ഉറക്കളച്ച് എനിക്ക് വേണ്ടി കാത്തിരുന്നാലേ എന്ന് ചോദിച്ചതും മുത്തശ്ശി പറഞ്ഞു, അത് പറ്റില്ല. അതേ, നിന്നെ നോക്കാനേ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതേ നിന്റെ ഭർത്താവാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നിന്നെ നോക്കിയില്ലെന്നറിഞ്ഞാലേ അവൻ എന്നെയാണ് ചീത്ത പറയുന്നത്. പിന്നെ മോളെ, ഒരു കാര്യം ഞാൻ പറയാം. മോള് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം അത് മോള് ചെയ്യുന്നത് തെറ്റാണെന്ന് മുത്തശ്ശി പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു ശരിയുണ്ടെന്നുള്ള കാര്യം മോള് മറക്കരുത്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി മോളുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് മുത്തശ്ശി പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി മോൾ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അപ്പുറത്തായിട്ടുള്ള ഒരു സത്യമുണ്ട്. അതെന്തെന്നറിയാവോ? മോളുടെ കഴുത്തിൽ കിടക്കുന്ന എൻ്റെ വരുൺമോൻ കെട്ടിയ ആ താലി, അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള സത്യം. ആ താലിയോട് മോള് കാണിക്കുന്ന ആത്മാർത്ഥതയും മോള് കാണിക്കുന്ന ബഹുമാനവും അതാണ് പലപ്പോഴും മോള് മറന്നു പോകുന്നത്. വരുണിനെ മോൾ അകറ്റി നിർത്തുമ്പോൾ ആ താലിയുടെ മഹാത്മ്യത്തിനാണ് കോട്ടം സംഭവിക്കുന്നത്. അത് എൻ്റെ മോള് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അത് കേട്ട് രാധിക ആകെ വിഷമത്തോടെ മുത്തശ്ശിയുടെ മടിയിലേക്ക് തല ചായ്ച്ച് കിടക്കുന്നു. മുത്തശ്ശി എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് രാധികയെ സമാധാനപ്പെടുത്തി. മോള് വിഷമിക്കണ്ട, എനിക്കറിയാം, മുത്തശ്ശിക്കറിയാം മോളുടെ അവസ്ഥ എന്താണെന്ന്. അതുകൊണ്ട് ഒന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. ഭഗവാനുണ്ടല്ലോ മോൾക്കൊപ്പം. ഈ പ്രശ്നങ്ങൾക്കും മോളുടെ ഈ സങ്കടങ്ങൾക്കും എല്ലാം പരിഹാരം ഭഗവാൻ തന്നെ ഉണ്ടാക്കും എന്ന് മുത്തശ്ശി രാധികയെ സമാധാനപ്പെടുത്തുന്നു.